ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് ബർത്ത്ഡേ സർപ്രൈസ്. നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. ഋതുവും വൈഷ്ണവിയും സഹോദരനും സഹോദരിയുമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇപ്പം പറയണ ഒരു കാര്യമാണ്, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാം? ഋതു ആൻഡ് വൈഷ്ണവി. ഇവിടെ 2 പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആർ നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ ഒരാളല്ല, 2 പേരുണ്ട്, അതുകൊണ്ടാണ് ആർ. അപ്പം സഹോദരനും സഹോദരിയും, സഹോദരൻ എന്ന് വെച്ചാൽ എന്താ? ബ്രദർ, സഹോദരി സിസ്റ്റർ. അപ്പം ഋതു ആൻഡ് വൈഷ്ണവി ആർ ബ്രദർ ആൻഡ് സിസ്റ്റർ. ഋതുവും വൈഷ്ണവിയും സഹോദരനും സഹോദരിയുമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അപ്പം നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താ? ഋതു വൈഷ്ണവിയേക്കാൾ 9 വയസ്സ് വലിയവനാണ്. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ എഴുതണ്ടേ? ഋതു ഈസ് 9 years, 9 വയസ്സ്. 9 years 9 വയസ്സ്. ഓൾഡർ ദാൻ. അപ്പോൾ നമ്മളിവിടെ കാണാം, നമുക്ക് വൈഷ്ണവിയേക്കാൾ, ഋതു വൈഷ്ണവിയേക്കാൾ. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, ഓൾഡർ ദാൻ വൈഷ്ണവി. അപ്പോൾ ഋതു ഈസ് 9 years ഓൾഡർ ദാൻ വൈഷ്ണവി. ഋതു വൈഷ്ണവിയേക്കാൾ 9 വയസ്സ് വലിയവനാണ്. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ശരി, നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ തേർഡ് പോയിൻ്റ് എന്താ? ഇന്ന് ഋതുവിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ എന്താ? ടുഡേ. ജന്മദിനം, ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടുഡേ ഈസ് ഋതുസ് ബർത്ത്ഡേ. സിമ്പിൾ സെൻറ്റൻസ് ആണിത്. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ഇവിടെ എഴുതി, എനിക്ക് കാണാൻ കഴിയില്ല എന്തൊന്നും അവിടെ എഴുതിയാൽ. അപ്പം ഇന്ന് ഋതുവിൻ്റെ ജന്മദിനമാണ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, ഇപ്പോൾ പറയണ ഒരു കാര്യമാണ്. അതുകൊണ്ട് ടുഡേ നമുക്ക് എങ്ങനെ എഴുതാം? ടുഡേ ഈസ് ഋതുസ് ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് ഫോർത്ത് പോയിന്റ് പഠിക്കാം. അപ്പം നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്താ? വൈഷ്ണവി ഒരു സർപ്രൈസ് പദ്ധതി ഇടുകയാണ്. അപ്പോൾ ഇത് ഇപ്പോഴും പറയണ ഒരു കാര്യം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വൈഷ്ണവി ഒരു സർപ്രൈസ് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ പദ്ധതി എന്ന് വെച്ചാൽ എന്താ? പ്ലാൻ. ഇംഗ്ലീഷ് വേർഡ് പ്ലാൻ എന്നാണ് പദ്ധതിയുടെ മീനിങ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? വൈഷ്ണവി ഈസ് പ്ലാനിങ് എ സർപ്രൈസ്. കാര്യം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ സബ്ജക്റ്റ് എന്താ? വൈഷ്ണവിയാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു സിംഗുലാർ വേർഡാണ്, വൈഷ്ണവി. അപ്പോൾ നമുക്കിവിടെ ആം, ആർ യൂസ് ചെയ്യേണ്ട. ഇവിടെ നമ്മൾ ഈസാണ് യൂസ് ചെയ്യുന്നത്, സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ്. അപ്പോൾ വൈഷ്ണവി ഈസ് പ്ലസ് എന്താ? പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്താ? പ്ലാനാണ് വെർബ്. പ്ലാനിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു, അപ്പോൾ പ്ലാനിങ് ആയി. പ്ലാനിങ് എ സർപ്രൈസ്. വൈഷ്ണവി ഈസ് പ്ലാനിങ് എ സർപ്രൈസ്. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം, ഈസ് ഓർ ആം ഓർ ആർ. അപ്പോൾ ഇവിടെ എന്താ ഈസി എന്ന് മനസ്സിലായല്ലോ കാര്യം. വൈഷ്ണവി ഒരു സിംഗുലാർ വേർഡ് ആയതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ ഹീ ആയിരുന്നെങ്കിൽ നമുക്ക് ഈസ് യൂസ് ചെയ്യാം. ഹീ ഈസ്, ഷീ ഈസ്. പക്ഷേ ഇപ്പം നമ്മൾ ദേ ആണെങ്കിൽ ദേ ആർ. അപ്പം ദേ കഴിഞ്ഞിട്ട് വേറെ എന്താ? വി ആർ. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ആമിൻ്റെയും ആറിൻ്റെ യൂസ് ഇല്ല. നമുക്കിത് വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. അപ്പോൾ നമുക്കിവിടെ ഈസ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് നമ്മൾ എഴുതിയത്? വൈഷ്ണവി ഈസ് പ്ലാനിങ് എ സർപ്രൈസ്. വൈഷ്ണവി ഒരു സർപ്രൈസ് പദ്ധതി ഇടുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ്, അവൾ ഒരു ജന്മദിന കാർഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതൊരു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എന്താ ഇത്? ഏത് ടെൻസ് ആണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇത് അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. ഒരു ജന്മദിന കാർഡ്, എ ബർത്ത്ഡേ കാർഡ്. ഉണ്ടാക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? മേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം നമുക്ക്. ഷീ ഈസ് ഉണ്ടാക്കുക. ഷീ ഈസ് മേക്കിംഗ്. ഇവിടെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താ? മേക്ക്. നമ്മൾ പഠിച്ചായിരുന്നല്ലോ ഉണ്ടാക്കുക. ഷീ ഈസ് മേക്കിംഗ് എന്താ ഉണ്ടാക്കണേ? ബർത്ത്ഡേ കാർഡ്. ഷീ ഈസ് മേക്കിംഗ് ഒരു ബർത്ത്ഡേ കാർഡ്.
നമ്മൾ എങ്ങനെ എഴുതിയത്? ഷീ ഈസ് മേക്കിംഗ് എ ബർത്ത്ഡേ കാർഡ്. അപ്പം നമ്മൾ പഠിച്ചില്ലായിരുന്നു, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഇവിടെ ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതേണ്ടതെന്ന് പഠിച്ചായിരുന്നു. അപ്പം നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റ് ഷീ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സബ്ജക്റ്റിന് കൂടെ ഈസ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം എഴുതുന്നത്. കാര്യം ഇപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആം ഓർ ആർ. ഞാൻ നേരത്തെ തൊട്ട് നമ്മുടെ സെൻറ്റൻസിൽ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയ ഈസ് എഴുതാൻ കാരണം സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ടാണ്. ഷീ ഒരു സിംഗുലാർ വേർഡാണ്. അപ്പം ഷീ ഈസ്, ഇപ്പോൾ ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. പിന്നെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്താ? മേക്ക്. ആ മേക്കിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തു. അപ്പം മേക്കിംഗ് ആയി. ഷീ ഈസ് മേക്കിംഗ് എ ബർത്ത്ഡേ കാർഡ്. അവൾ ഒരു ജന്മദിന കാർഡ് ഉണ്ടാക്കുകയാണ്. ഷീ ഈസ് മേക്കിംഗ് എ ബർത്ത്ഡേ കാർഡ്. ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണിത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഈ ഒരു ഫോം ഓർത്തിരിക്കുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതുമ്പം നമുക്കിപ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമുക്ക് 6th പോയിന്റ് പഠിക്കാം. അവൾ ഋതുവിന് ഒരു ചോക്ലേറ്റ് വാങ്ങി. അപ്പോൾ ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, വാങ്ങിച്ച് കഴിഞ്ഞ കാര്യം, വാങ്ങി. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. വാങ്ങുക എന്ന് വെച്ചാൽ ബൈ. വാങ്ങുകയുടെ മീനിങ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് ബൈ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഷീ ബോട്ട്. ഇവിടെ എന്താ ബോട്ട് വന്നത്? കാര്യം ഞാൻ പറഞ്ഞത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ വാങ്ങിച്ച് കഴിഞ്ഞ കാര്യമാണ് ബോട്ട്. അപ്പോൾ ബൈയുടെ പാസ്റ്റ് ഫോമാണ് ബോട്ട്. ഷീ ബോട്ട് എ ചോക്ലേറ്റ്. ഒരു ചോക്ലേറ്റ്. എ ചോക്ലേറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഋതുവിന് വേണ്ടിയിട്ട്. ഷീ ബോട്ട് എ ചോക്ലേറ്റ് ഫോർ ഋതു. അപ്പം നമുക്ക് നോക്കാം ഈ സെൻറ്റൻസ് എങ്ങനെ നമ്മൾ എഴുതിയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ വെർബ് പ്ലസ് ED ഓർ പാസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ട് ഇത് എഴുതാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടുത്തെ വെർബ് ബൈ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ബൈയുടെ പാസ്റ്റ് ഫോമാണ് നമ്മൾ ബോട്ട് എഴുതിയത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് വെർബിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ ED. വെർബിൻ്റെ കൂടെ നമുക്ക് ED ആഡ് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെ പാസ്റ്റ് ഫോമാണ് നമ്മൾ എഴുതിയത്. അപ്പം പാസ്റ്റ് ഫോം ബൈയുടെ പാസ്റ്റ് ഫോം എന്താ? ബോട്ട്. എ ചോക്ലേറ്റ് ഫോർ ഋതു. അപ്പോൾ ഇവിടെ ബൈ ബോട്ടായി മാറി. ബൈ കൺവേർട്ട് ചെയ്ത് ബോട്ടായി പാസ്റ്റ് ഫോം എഴുതിയപ്പം. അപ്പോൾ ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് ഓർക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് വെർബിൻ്റെ കൂടെ നമുക്ക് ED ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം. ഈ ED ആഡ് ചെയ്യണ എങ്ങനത്തെ കേസുകളായിരിക്കും? ഇപ്പോൾ ഇവിടെ ഇപ്പം ഒരു സെൻറ്റൻസ് നമ്മൾ ഡിസൈഡ് എന്നൊരു സെൻറ്റൻസ് വരിക. അപ്പം അവിടെ അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കുമ്പോൾ ഡിസൈഡഡ് ആവും, ED ആവും. അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് വരുമ്പോഴാണ് നമുക്ക് ED യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുക. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ബൈ ആണ് ഇതിൻ്റെ പ്രസൻറ്റ് ഫോം. അപ്പം ബൈയുടെ പാസ്റ്റ് ഫോം ബോട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ്. വെർബാണ് ബൈ. ഒന്ന് ഓർത്ത് വെച്ചേക്കുവാണേ. അപ്പോൾ എന്താ? അവൾ ഋതുവിന് ഒരു ചോക്ലേറ്റ് വാങ്ങി. ഷീ ബോട്ട് എ ചോക്ലേറ്റ് ഫോർ ഋതു. അപ്പോൾ ഇതാണ് നമ്മുടെ 6th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇപ്പോൾ 7th പോയിന്റ് എന്താ? അവൾ മുറി അലങ്കരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അവൾ മുറി അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. മുറി റൂം. അലങ്കരിക്കുക അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഡെക്കറേറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇത്? അവൾ ഷീ ഈസ് ഡെക്കറേറ്റിംഗ്. She is decorating the room. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു, ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എന്താ? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ജസ്റ്റ് ഞാൻ എഴുതിയേക്കാം മനസ്സിലാകാൻ. സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബാണ്. ഇവിടെ ഈസിന് പകരം ആം ഓർ ആർ ഓർ ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതേണ്ടത്. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഈസ് എന്താ നമ്മൾ യൂസ് ചെയ്തത്? കാര്യം ഷീ ഒരു സിംഗുലാർ വേർഡാണ്. ഷീ, ഹീ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഈസ് യൂസ് ചെയ്യാം. അപ്പം ഷീ വന്നുകൊണ്ട് നമ്മളിവിടെ ഈസ് യൂസ് ചെയ്തു. സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് യൂസ് ചെയ്തു. അപ്പം ഈസ് പ്ലസ് ഇവിടുത്തെ വെർബ് എന്താ? ഡെക്കറേറ്റ് ആണ് വെർബ്. അപ്പോൾ ഡെക്കറേറ്റിൻ്റെ കൂടെ
വെർബ് പ്ലസ് ഐ എൻ ജി. അപ്പോൾ ഡെക്കറേറ്റിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്തു. അപ്പോൾ ഡെക്കറേറ്റിംഗ് ആയി. ഷീ ഈസ് ഡെക്കറേറ്റിംഗ് ദ റൂം. അവൾ മുറി അലങ്കരിക്കുകയാണ്. ഷീ ഈസ് ഡെക്കറേറ്റിംഗ് ദ റൂം. അപ്പോൾ ഈ സെൻറ്റൻസ് ഓർത്ത് വെച്ചേക്കുവാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ 7th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമുക്ക് 8th പോയിന്റ് പഠിക്കാം. 8th പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? അവൾ എല്ലാ കുടുംബാംഗങ്ങളെയും നിശബ്ദമായി ക്ഷണിച്ചു. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ക്ഷണിച്ചു അപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. എല്ലാ കുടുംബാംഗങ്ങളെയും, എല്ലാ കുടുംബാംഗങ്ങൾ എന്ന് വെച്ചാൽ ഓൾ ഫാമിലി മെമ്പേഴ്സ്, എല്ലാ കുടുംബാംഗങ്ങൾ. നിശബ്ദമായി എന്ന് വെച്ചാൽ എന്താ? ക്വയറ്റ്. എങ്ങനെയാണ് നിശബ്ദമായി വിളിച്ചേക്കാറ്? ആരും അറിയാതെ, ബർത്ത്ഡേ പാർട്ടി ആയിട്ട് ആരും അറിയാതെ വിളിക്കുകയാണ്. നിശബ്ദമായി, ക്വയറ്റ്. അപ്പോൾ എന്താ ചെയ്തത്? ക്ഷണിച്ചു. ക്ഷണിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഇൻവൈറ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ എല്ലാ കുടുംബാംഗങ്ങളെയും നിശബ്ദമായി ക്ഷണിച്ചു. നമുക്കിതെങ്ങനെ എഴുതേണ്ടത്? അവൾ ഷീ ഇൻവൈറ്റഡ്. അവൾ ഇൻവൈറ്റ് എന്ന് വെച്ചാൽ ക്ഷണിക്കുക. എല്ലാ ഓൾ ഫാമിലി, എല്ലാ കുടുംബാംഗങ്ങളെയും. അപ്പം ഓൾ ഫാമിലി മെമ്പേഴ്സ്, എല്ലാ കുടുംബാംഗങ്ങളും. എങ്ങനെയാ? ക്വയറ്റ്, നിശബ്ദമായാണ് വിളിച്ചത്. അപ്പോൾ ക്വയറ്റ്ലി, നിശബ്ദമായി, ക്വയറ്റ്ലി. അപ്പം ആരും അറിയാതെയാണ് അവൾ വിളിച്ചത്, സർപ്രൈസായിട്ട്, അവനക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ ഇത് എഴുതുന്നത്. അപ്പം ഷീ ഇൻവൈറ്റഡ് ഓൾ ഫാമിലി മെമ്പേഴ്സ് ക്വയറ്റ്ലി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമായുണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് അല്ലേ നമ്മൾ മുമ്പേ പഠിച്ചത്, പാസ്റ്റ് ഫോം ഓഫ് വെർബ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഷീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഷീയുടെ കൂടെ ഇൻവൈറ്റ് നമ്മൾ പറഞ്ഞു എന്താ? ഇൻവൈറ്റ് ചെയ്തു എല്ലാവരും, ക്ഷണിച്ചു. ആ ഇൻവൈറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഇൻവൈറ്റഡ് എന്നാണ്, ഡി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇത് വെർബാണ്, വെർബിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, ഇൻവൈറ്റഡ്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ഡി യൂസ് ചെയ്തിട്ട് എഴുതി. ഷീ ഇൻവൈറ്റഡ് ഓൾ ഫാമിലി മെമ്പേഴ്സ് ക്വയറ്റ്ലി. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടെ എന്താണ് ഡി വന്നത്? കാര്യം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ്? അവൾ എല്ലാ കുടുംബാംഗങ്ങളെയും നിശബ്ദമായി ക്ഷണിച്ചു. ഷീ ഇൻവൈറ്റഡ് ഓൾ ഫാമിലി മെമ്പേഴ്സ് ക്വയറ്റ്ലി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമ്മുടെ 9th പോയിന്റ് എന്താ? ഇപ്പോൾ റിതു വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്, കാര്യം വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ, വീടെന്ന് വെച്ചാൽ ഹൗസ്, ഹോം. വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. റിതു ഈസ് കമ്മിങ് ഹോം. വീട്. നൗ റിതു ഈസ് കമ്മിങ് ഹോം നൗ. ഇപ്പോൾ റിതു വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെയും ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ എഴുതിയത്. ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഋതുവാണ് സബ്ജക്റ്റ് പ്ലസ് ഈസ്. ഇവിടെ ഈസ് വന്നു, കാര്യം ഋതു ഒരു സിംഗുലാർ വേർഡ് ആയതുകൊണ്ട് ഇവിടെ ഈസ് നമ്മൾ യൂസ് ചെയ്തു. ഋതു ഈസ് പ്ലസ് വെർബ്. ഇവിടുത്തെ വെർബ് എന്താ? വെർബ് എന്ന് വെച്ചാൽ കമ്മാണ് വെർബിൻ്റെ കൂടെ പ്ലസ് ING ഫോം യൂസ് ചെയ്തു. അപ്പോൾ കമ്മിങ് ആയി. അപ്പോൾ ഋതു ഈസ് കമ്മിങ് ഹോം നൗ. ഇപ്പോൾ ഋതു വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോം ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഋതു ഈസ് കമ്മിങ് ഹോം നൗ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നമ്മുടെ 10th പോയിന്റ് എന്താ? അവൾ വാതിലിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. അവൾ ഷീ. വാതിൽ എന്ന് വെച്ചാൽ ഡോർ. മലയാളത്തിൽ നമ്മൾ കതകെന്നും പറയും. പിറകിൽ എന്ന് വെച്ചാൽ എന്താ? ബിഹൈൻഡ്. ഒളിഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ ഹൈഡ്. അപ്പം ഇങ്ങനെ എഴുതാം, ഇതെന്ന് നോക്കാം. ഷീ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദ ഡോർ. അപ്പോൾ നമ്മളിത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഫോം ഉണ്ടല്ലോ, സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഈസ് ആഡ് ചെയ്തു. സബ്ജക്റ്റ് പ്ലസ് ഈസ്, കാര്യം ഷീ ഒരു സിംഗുലാർ വേർഡ് ആയതുകൊണ്ട് നമ്മൾ ഈസ് ആഡ് ചെയ്തു. സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ്. ഇവിടെ വെർബ് ഏതാ? വെർബ് എന്ന് വെച്ചാൽ ഹൈഡ്, ഒളിക്കുക, ഹൈഡ്. ആ വെർബിനെ നമ്മൾ പ്ലസ് ING ആഡ് ചെയ്തു, ഹൈഡിങ് ആയി. ഷീ ഈസ് ഹൈഡിങ്. എവിടെയാണ്? ബിഹൈൻഡ് ദ ഡോർ. അങ്ങനെയാണ് നമുക്കിത് എഴുതാൻ പറ്റിയത്. ഷീ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദ ഡോർ. അവൾ വാതിലിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. 11th പോയിന്റ് എന്താ? അവൾ അവന് ജന്മദിന കാർഡ് കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. അവൻ ഹി. ജന്മദിന കാർഡ്, ബർത്ത്ഡേ കാർഡ്. കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ? ഗീവ്. അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതാം? ഷീ ഗീവ്സ് ഹിം ദ ബർത്ത്ഡേ കാർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗീവ്സ് ആണ് എഴുതിയത്. കാര്യം എന്താ? നമുക്കിത് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മളിവിടെ എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ എസ് യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഇവിടെ ഏതാ? ഷീ ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് വെച്ചാൽ ഗീവ് വെർബാണ്. ആ വെർബിൻ്റെ കൂടെ നമുക്ക് എസ് ഓർ ES യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതാം. അപ്പോൾ ഇവിടെ വെർബിൻ്റെ കൂടെ ഞാൻ എസ് ഓർ ES ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് യൂസ് ചെയ്തു. ഇവിടെ എസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗീവ്സ് ആയി. ഷീ ഗീവ്സ് ഹിം ദ ബർത്ത്ഡേ കാർഡ്. അപ്പം ഓർത്തിരിക്കുക, ഹീ അല്ലെങ്കിൽ ഷീ ഓർ ഇറ്റ് വന്നാൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ES ആഡ് ചെയ്തിട്ട് ഒരു പ്രസൻറ്റ് സെൻറ്റൻസ് നമുക്ക് എഴുതാം. ഹീ ഷീ ഇറ്റ് വന്നാൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ ES ആഡ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഐ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ദേ വന്നാൽ ഇവിടെ നമുക്ക് എസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എസ് ഓർ ES യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് വന്നാലാ? ബ്രാക്കറ്റിൽ ഞാൻ ഇവിടെ എഴുതാം. ഐ അല്ലെങ്കിൽ വി അല്ലെങ്കിൽ ദേ വന്നാൽ ഇവിടെ നമുക്ക് എസ് യൂസ് ചെയ്യേണ്ട. കാര്യം ഇവിടെ നമുക്ക് ഐ ഗീവ് ഹിം ദ ബർത്ത്ഡേ കാർഡ്, എസ് യൂസ് ചെയ്യേണ്ട, ES യൂസ് ചെയ്യേണ്ട. അപ്പോൾ വി ആണെങ്കിൽ വി ഗീവ് ഹിം ദ ബർത്ത്ഡേ കാർഡ്, ദേ ആണെങ്കിലും ദേ ഗീവ് ഹിം ദ ബർത്ത്ഡേ കാർഡ്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ 11th പോയിന്റ് നമ്മൾ പഠിച്ചു. അവന് ജന്മദിന കാർഡ് കൊടുക്കുന്നു. ഷീ ഗീവ്സ് ഹിം ദ ബർത്ത്ഡേ കാർഡ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമ്മുടെ 12th പോയിന്റ് എന്താ? അവൻ കാർഡ് ശ്രദ്ധയോടെ വായിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവൻ. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അവൻ എന്ന് വെച്ചാൽ ഹീ. ശ്രദ്ധയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കെയർഫുൾ. വായിക്കുക എന്ന് വെച്ചാൽ എന്താ? റീഡ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇത്? അവൻ കാർഡ് ശ്രദ്ധയോടെ വായിക്കുന്നു. ഹീ is reading the card. He is reading the card carefully, ശ്രദ്ധയോടെ. അപ്പം ഇതെങ്ങനെ വന്നു നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്. അപ്പം നമ്മളിവിടെ ഈസ് യൂസ് ചെയ്യാം. ഹീ ആയതുകൊണ്ട് സബ്ജക്റ്റ് ഈസ് യൂസ് ചെയ്തു ഞാൻ. സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഹീ വന്നുകൊണ്ട് ഇവിടെ ഈസ് യൂസ് ചെയ്തു. അപ്പം ഇപ്പോൾ വിയോ ദേയോ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ആർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോം നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ആണ് ഈ ഒരു ഫോം. ഇവിടെ ഈസ് വരാൻ കാരണം ഇവിടെ ഹീ ഒരു സിംഗുലാർ വേർഡ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഈസ് എഴുതിയത്. അപ്പോൾ ഹീ ഈസ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇവിടെ വെർബ് ഏതാ? റീഡാണ് വെർബ്. അപ്പോൾ റീഡിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തു. അപ്പോൾ റീഡിങ് ആയി. ഹി ഈസ് റീഡിങ് ദ കാർഡ് കെയർഫുള്ളി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസ് എഴുതാൻ പറ്റി. പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസിൽ എഴുതാൻ പറ്റി. അവൻ കാർഡ് ശ്രദ്ധയോടെ വായിക്കുന്നു. ഹി ഈസ് റീഡിങ് ദ കാർഡ് കെയർഫുള്ളി. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. എനിക്ക് ഇവിടെ ഞാൻ എഴുതിക്കണ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഈസ് ആം ആർ. ഇപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഈസ് ആം ആർ. ഇപ്പം ഇവിടെ ഹീ വന്നുകൊണ്ടാണ് ഈസ് എഴുതുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒന്നും കൂടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. പുഞ്ചിരിയോടെ നന്ദി പറഞ്ഞു. അപ്പം ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, പറഞ്ഞു. അപ്പം ഒരു പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് പറയാം? അവൻ എന്ന് വെച്ചാൽ എന്താ? ഹീ. അവളോടെന്ന് വെച്ചാൽ അവളോട് ഹെർ. അവൾ എന്ന് വെച്ചാൽ ഷീ. വലിയ പുഞ്ചിരിയോടെ, ബിഗ് സ്മൈൽ. വലിയ ബിഗ് പുഞ്ചിരി സ്മൈൽ.
നന്ദി പറയുക. നന്ദി പറയുക എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി എന്ന് വെച്ചാൽ എന്താ? താങ്ക്സ് അല്ലെങ്കിൽ താങ്ക്. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതാമെന്ന് നോക്കാം. അവൻ അവളോട് വലിയ പുഞ്ചിരിയോടെ നന്ദി പറഞ്ഞു. ഹി താങ്ക്ഡ് ഹർ. ഹർ എന്ന് വെച്ചാൽ എന്താ? അവളോട്. ഹി താങ്ക്ഡ് ഹർ വിത്ത് എ വലിയ പുഞ്ചിരി, വിത്ത് എ ബിഗ് സ്മൈൽ. അപ്പം ഹി താങ്ക്ഡ് ഹർ വിത്ത് എ ബിഗ് സ്മൈൽ. അവൻ അവളോട് വലിയ പുഞ്ചിരിയോടെ നന്ദി പറഞ്ഞു. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതിയെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു നേരത്തെ സെൻറ്റൻസിൽ. അപ്പോൾ എങ്ങനെ ഇവിടെ സബ്ജക്റ്റ്, ഇവിടുത്തെ ഒരു പ്രസൻറ്റ് ടെൻസ് അല്ല, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ്, നമുക്കറിയാലോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചിരുന്നു, നന്ദി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് എന്താ യൂസ് ചെയ്യേണ്ടത്? വെർബിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ ഇവിടെ വന്നത്? ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഹീ ആണ് സബ്ജക്റ്റ്. അപ്പോൾ വെർബ് എന്ന് വെച്ചാൽ താങ്ക്. അപ്പോൾ വെർബിൻ്റെ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പാസ്റ്റ് ഫോം ആക്കിയപ്പോൾ നമ്മൾ ED ആഡ് ചെയ്തു. അപ്പോൾ അത് പാസ്റ്റ് ഫോം ആയി. ഹീ താങ്ക്ഡ് ഹർ വിത്ത് എ ബിഗ് സ്മൈൽ. അപ്പോൾ ഇവിടെ താങ്ക്ഡ് ആയി. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ എഴുതുകയാണ്. താങ്ക് കൺവേർട്ടായി താങ്ക്ഡ് ആയി പാസ്റ്റ് ഫോമിലോട്ട് എഴുതിയപ്പം. അപ്പം എന്താ? ഹീ താങ്ക്ഡ് ഹർ വിത്ത് എ ബിഗ് സ്മൈൽ. അവൻ അവളോട് വലിയ പുഞ്ചിരിയോടെ നന്ദി പറഞ്ഞു. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണിത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവർ ഒരുമിച്ച് ജന്മദിന കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയത്. അപ്പോൾ ഇവിടെ അവർ എന്ന് വെച്ചാൽ ഡേ, ഒരുമിച്ച് ടുഗദർ, മുറിക്കുക എന്ന് വെച്ചാൽ എന്താ? കട്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഈ ഒരു സെൻറ്റൻസ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? ദേ, അവർ ദേ. അപ്പോൾ ദേ ആർ കട്ടിങ്. എന്താ കട്ട് ചെയ്യണേ? ദേ ആർ കട്ടിങ് ദ ബർത്ത്ഡേ കേക്ക്. എങ്ങനെയാ? ഒന്നിച്ച് ദേ ആർ കട്ടിങ് ദ ബർത്ത്ഡേ കേക്ക് ടുഗദർ എന്ന് വെച്ചാൽ ഒന്നിച്ച്. അവർ ഒരുമിച്ച് ജന്മദിന കേക്ക് മുറിക്കുകയാണ്. ദേ ആർ കട്ടിങ് ദ ബർത്ത്ഡേ കേക്ക് ടുഗദർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയപ്പം സബ്ജക്റ്റ് പ്ലസ്, ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ദേ ആണ് സബ്ജക്റ്റ്. അപ്പം ഇവിടെ ദേ ആയതുകൊണ്ട്, ദേ എന്ന് വെച്ചാൽ എന്താ? പ്ലൂറൽ ഫോമാണ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മളിവിടെ എന്താ യൂസ് ചെയ്തത്? കാര്യം ദേ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് പ്ലസ് വെർബ് എന്താ? കട്ടാണ് ഇവിടുത്തെ വെർബ്. കട്ടിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കുക, ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ദേ ആണ് വന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇവിടുത്തെ സെൻറ്റൻസിലൊക്കെ നമ്മൾ ആയിരുന്നു യൂസ് ചെയ്തത്. കാര്യം അവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നു, ഇത് പ്ലൂറൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് പ്ലസ് വെർബ് കട്ടിൻ്റെ കൂടെ ING യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? അവർ ഒരുമിച്ച് ജന്മദിന കേക്ക് മുറിക്കുകയാണ്. ദേ ആർ കട്ടിങ് ദ ബർത്ത്ഡേ കേക്ക് ടുഗദർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. തിയേറ്ററിൽ ഒരു സിനിമ കാണും. അപ്പോൾ കാണുമെന്ന് വെച്ചാൽ എന്താ? പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ് ഇത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് എഴുതുന്നത്? ഇന്നെന്ന് വെച്ചാൽ ടുഡേ, വൈകുന്നേരം ഈവനിങ്. അവർ എന്ന് വെച്ചാൽ ഡേ. തിയേറ്ററിൽ ഒരു സിനിമ കാണും. ഒരു സിനിമ മൂവി. കാണുക എന്ന് വെച്ചാൽ എന്താ? വാച്ച്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. എങ്ങനെ എഴുതാം? അപ്പം ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതാൻ പോകുന്നത്. ഇതാണ് ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നെന്ന് വെച്ചാൽ ടുഡേ, വൈകുന്നേരം ഈവനിങ്, അവർ ഡേ. പിന്നെ എന്താ എഴുതിയത് ഞാൻ? ടുഡേ ഈവനിങ് ഡേ. അപ്പോൾ അവർ എന്ന് വെച്ചാൽ ഡേ അല്ലേ? വിൽ വാച്ച് എ മൂവി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് വെച്ചാലാണ് ദേ. സബ്ജക്റ്റ് ദേ സബ്ജക്റ്റ് പ്ലസ് വിൽ. അപ്പം നമ്മൾ ദേയുടെ കൂടെ വിൽ ആഡ് ചെയ്തു. സബ്ജക്റ്റ് പ്ലസ് വിൽ. സബ്ജക്റ്റ് ദേ ആണ്, ദേയുടെ കൂടെ വിൽ ആഡ് ചെയ്തു. പിന്നെ എന്താ? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് ആഡ് ചെയ്യണം. വെർബ് എന്ന് വെച്ചാൽ വാച്ച് ആണ്. അപ്പോൾ ഇവിടെ വാച്ചിന് ഒരു ചേഞ്ചും വരുന്നില്ല.
ദേ വിൽ വാച്ച്, ടുഡേ ഈവനിങ് ദേ വിൽ വാച്ച് എ മൂവി. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഫ്യൂച്ചർ ടെൻസ് ആകുമ്പോൾ നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പം എന്തായാലും നമ്മൾ എഴുതുന്നത് ടുഡേ ഈവനിങ് ദേ വിൽ വാച്ച് എ മൂവി. അപ്പം നമ്മൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നമ്മൾ ലാസ്റ്റ് പോയിൻ്റാണിത്. അവർ എപ്പോഴും ഈ പ്രത്യേക ദിവസത്തെ ഓർക്കും പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? അവർ എന്ന് വെച്ചാൽ ദേ, എപ്പോഴും ഓൾവേസ്, പ്രത്യേക ദിവസം സ്പെഷ്യൽ ഡേ, ഓർക്കുക എന്ന് വെച്ചാൽ എന്താ, റിമെമ്പർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദേ വിൽ ഓൾവേസ് റിമെമ്പർ ദി സ്പെഷ്യൽ ഡേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മൾ ഇത് ഓർത്ത് വെക്കുക, നേരത്തെ പഠിച്ചതാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതി, ഇവിടെ വില്ല് യൂസ് ചെയ്തു, കാര്യം ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട്. അപ്പോൾ സബ്ജക്റ്റ് ദേ, സബ്ജക്റ്റിന് കൂടെ നമ്മൾ വില്ല് ആഡ് ചെയ്തു. അപ്പോൾ ദേ വിൽ ഓൾവേസ് റിമെമ്പർ ദി സ്പെഷ്യൽ ഡേ, അവർ എപ്പോഴും ഈ പ്രത്യേക ദിവസത്തെ ഓർക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മളിനി അടുത്ത ഒരു പുതിയ കഥയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.